ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്തെ ഒരു ടോപ്പിക്കായിട്ടുള്ള വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എ ക്രൈം അല്ലെങ്കിൽ ആക്ടസ് നോൺ ഫാസിട്രം നിസി മെൻസിട്രിയ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ ലൈബിലിറ്റിയിലെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പീനൽ ലയബിലിറ്റിയിലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അടങ്ങിയിരിക്കുന്ന മാക്സിമാണ് ആക്ടസ് നോൺ ഫാസിട്രം നിസി മെൻസിട്രിയ എന്ന് പറയുന്നത്. ഈ മാക്സിം എന്താണ് മീൻ ചെയ്യുന്നത്? ദാറ്റ് ആൻ ആക്ട് ഡസ് നോട്ട് എമൗണ്ട് ടു എ ക്രൈം അൺലെസ് ഇറ്റ് ഈസ് ഡൺ വിത്ത് എ ഗിൽറ്റി ഇൻറ്റൻഷൻ. നമ്മൾ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തു, പക്ഷേ വിത്തൗട്ട് ഗിൽറ്റി ഇൻറ്റൻഷനാണ്, നമ്മൾ ഗിൽറ്റി ഇൻറ്റൻഷനോട് കൂടി അല്ല ആ ക്രൈം കമ്മിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതൊരു ക്രൈം ആകുന്നില്ല. നമ്മളൊരു ഗിൽറ്റി ഇൻറ്റൻഷനോട് കൂടി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതെന്താകുന്നുള്ളൂ, ക്രൈം ആകുന്നുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദ ആക്ട് ഡസ് നോട്ട് എമൗണ്ട് ടു ഗിൽറ്റ്, ഇറ്റ് മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ എ ഗിൽറ്റി മൈൻഡ്. ഒരു ആക്ട് ഗിൽട്ട് ആകണം എന്നുണ്ടെങ്കിൽ, ഒരു ആക്ട് ചെയ്തത് അതൊരു ക്രൈം ആകണം അല്ലെങ്കിൽ ഗിൽറ്റ് ആകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗിൽറ്റി മൈൻഡും കൂടെ ഉണ്ടായിരിക്കണം. ദ ഇൻറ്റൻറ്റ് ആൻഡ് ദ ആക്ട് മസ്റ്റ് ബോത്ത് കോൺകർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്രൈം. അപ്പോൾ ഇത് രണ്ടും കൂടെ, ഇൻറ്റൻറ്റും ആക്റ്റും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ഒരു ക്രൈം ആകുന്നുള്ളൂ. അപ്പോൾ ക്രൈമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ലയബിലിറ്റിയിലേക്ക് വരുമ്പോൾ രണ്ട് എസെൻഷ്യൽ കണ്ടീഷൻസ് ആണ് അവിടെ ഉള്ളത്. ഒന്നെന്താണ്? ആക്ടസ് റിയസ്, മറ്റൊന്നെന്താണ്? മെൻസ് റിയ. ആക്ടസ് റിയസ് എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ട് ഓഫ് ഹ്യൂമൻ കണ്ടക്ട്, ഒരു ഹ്യൂമൻ കണ്ടക്റ്റിൻ്റെ റിസൾട്ടാണ് ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രൈമിലെ എസെൻഷ്യലായിട്ടുള്ള ഒരു എസെൻഷ്യൽ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആക്ടസ് റിയസ് തന്നെയാണ്. ഫസ്റ്റ് എസെൻഷ്യൽ എലമെൻറ്റ് ആക്ടസ് റിയസ് ആണ്. ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എനി ഇവൻറ്റ് വിച്ച് ഈസ് സബ്ജക്റ്റ് ടു കൺട്രോൾ ഓഫ് ഹ്യൂമൻ വില്ല്. ഹ്യൂമൻ വില്ലിൻ്റെ കൺട്രോളിൽ വരുന്ന ഒരു സബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ആക്ട് എന്ന് പറയുന്നത്. ആക്ട് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഒരു കോൺഷ്യസ് മൂവ്മെൻ്റ് ആണ് ഒരു ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കണ്ടക്ട് വിച്ച് റിസൾട്ട് ഫ്രം ദ ഓപ്പറേഷൻ ഓഫ് വില്ലിൻ്റെ റിസൾട്ടായിട്ടാണ് അതിലൊരു ഇറ്റ് ഈസ് ദ കണ്ടക്ട് വിച്ച് റിസൾട്ട് ഫ്രം, എന്തിൽ നിന്നാണ്? ഒരു ഓപ്പറേഷൻ ഓഫ് വില്ലിൻ്റെ റിസൾട്ടിൽ നിന്നാണ് ഈ പറയുന്ന കണ്ടക്ട് വരുന്നത്. ഇനി ആക്ടസ് റിയസ് എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് ഹ്യൂമൻ കണ്ടക്റ്റ് ആണ്. അവിടെ ലോ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഈ ഹ്യൂമൻ കണ്ടക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നിയമം ശ്രമിക്കാറുണ്ട്. ഇഫ് എനി ഹ്യൂമൻ കണ്ടക്ട് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോയർ, ഒരു ലോ വഴി ഒരു ഹ്യൂമൻ കണ്ടക്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ്റെ ആക്ഷൻ ഒരു നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ക്രൈമായിട്ട് മാറുന്നില്ല. ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ അടിച്ചു, അത് നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെ അടിക്കുന്നത് നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി, എ എന്ന് പറഞ്ഞ വ്യക്തി ബിയെ അടിച്ചു എന്ന് വെക്കുക, അവിടെ എയ്ക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു കുറ്റവും വരുന്നില്ല. അതേസമയം ഇങ്ങനെ അടിക്കുക എന്നുള്ള കാര്യം നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ ആ പ്രൊഹിബിറ്റ് ചെയ്ത ആക്ട് ഈ എ കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എയ്ക്ക് എന്ത് കിട്ടും? അവിടെ പണിഷ്മെൻറ്റ് കിട്ടും. എ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തതായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. എ പേഴ്സൺ ഹു കമ്മിറ്റ് സച്ച് ആൻ ആക്ട് ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ക്രൈം. എന്ത്? നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്താവുന്നില്ല? ലയബിൾ ആകുന്നില്ല. ഇനി മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് നോട്ട് എ കോൺസിക്വൻസസ് ഓഫ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ വിൽ ഈസ് നോട്ട് ആൻ ആക്ട്. ദസ് ഇൻവോളണ്ടറി ആക്ഷൻസ് വിൽ നോട്ട് ബിക്കം ക്രിമിനൽ ആക്ട്. ഒരു ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ സ്വമേധയാ ചെയ്യുന്നതല്ല, ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ ക്രൈമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിനെ ഒരു ക്രിമിനൽ ആക്റ്റായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഇതാണ് ഇഫ് എ somnambulist set fire to a house during his sleepwalk, he will not be liable to be punished under the criminal law. ഓക്കെ, സോംനാംബുലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു അസുഖമാണ് അല്ലേ, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നു. അപ്പോൾ അത് അയാൾ ബോധപൂർവമല്ല അപ്പോൾ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തി അയാൾ ഉറങ്ങിക്കൊണ്ട് സ്ലീപ്പ് വോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അയാൾ ചെന്നിട്ട് എന്ത് ചെയ്തു? ഒരു വീട്ടിൽ തീയിട്ടു. അതിനെ എന്തായിട്ട് കണക്കാക്കുന്നില്ല? ഒരു ക്രൈമായിട്ട് കണക്കാക്കുന്നില്ല. ഇനി ആക്ടസ് റിയസ് എന്ന് പറയുന്നത് നെഗറ്റീവും ആകാം പോസിറ്റീവും ആകാം. എക്സ് വൈയെ ഷൂട്ട് ചെയ്ത് കൊന്നു, ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടസ് റിയസ് ആണ്. ഇനി നെഗറ്റീവ് ആക്ടസ് റിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിൻ്റെ മദർ ആ കുഞ്ഞിന് ഫീഡ് ചെയ്യാതിരുന്നത് കാരണം ആ കുട്ടി മരിച്ചു പോകുന്നു, പട്ടിണി കിടന്ന് മരിച്ചു പോകുന്നു. ഇവിടെ എന്ന് പറയുന്ന ആക്ടസ് റിയസ് നെഗറ്റീവാണ്. ഈ ആക്ടസ് റിയസിന് കുറച്ച് ഇല്യൂസ്ട്രേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
In order to be liable for a crime, the act or omission should be one prohibited by law. ഒരു ആക്റ്റോ ഒമിഷനോ പിന്നെ ക്രൈം വഴി ലയബിൾ ആകണം എന്നുണ്ടെങ്കിൽ അത് നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ട് ഒരു ആക്ഷനോ ഒരു ആക്റ്റോ ഒരു ഒമിഷനോ ആയിരിക്കണം. ഇനി എന്തൊക്കെയാണ് ഇവിടെ ഇല്ലുസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള മീൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ പൈസ ഉണ്ടല്ലെങ്കിൽ അയാൾ വെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു സ്റ്റാർവിങ് മാനിന്, ഒരു വിശന്നിരുന്ന ഒരു മനുഷ്യന് ഫുഡ് കൊടുക്കാതിരുന്നത് കാരണം ആ വ്യക്തി മരിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ഇവിടെ ക്രിമിനലി ലയബിൾ അല്ല. കാരണം ഇത് ഈ ആക്ട് എന്ന് പറയുന്നത് നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളൊരു ആക്ട് അല്ല. ഓക്കെ, ഇനി എ എന്ന് പറഞ്ഞ വ്യക്തി, അവർക്ക് സ്വിമ്മിങ് അറിയായിരുന്നു, അവരുടെ മുന്നിൽ കൂടെ ഒരു കൊച്ച് വെള്ളത്തിൽ താണ് മരിക്കാൻ പോകുന്നു, എന്നിട്ടും രക്ഷിച്ചില്ല. ഇവിടെ എ എന്തല്ല, ലയബിൾ അല്ല. അതേസമയം എ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കോസ്റ്റ് ഗാർഡാണെന്ന് വെക്കുക. അയാളുടെ മുന്നിൽ ഒരു കുട്ടി മുങ്ങിച്ചാവുന്നത് കണ്ടിട്ട് അയാൾ അനങ്ങാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇയാൾ ലയബിളാണ്. കാരണം അത് അയാളുടെ ഡ്യൂട്ടിയാണ്. കോസ്റ്റ് ഗാർഡ് എന്നൊരു നിലയിൽ അയാൾക്കൊരു ഡ്യൂട്ടി ഉണ്ട് അവിടെ. ആ ഡ്യൂട്ടിയാണ് അയാൾ ചെയ്യാതിരുന്നത്. എ എന്ന് പറയുന്നത് ഒരു ജയിൽ വാർഡനാണ്. അവിടെ പ്രിസണേഴ്സിന് ഫുഡ് കൊടുക്കാതിരുന്നത് കാരണം പ്രിസണേഴ്സ് മരിച്ചു പോകുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എ എന്ന് പറയുന്നത് ലയബിളാണ്. എക്ക് അവിടെ പണിഷ്മെൻറ്റ് കിട്ടുന്നതുമാണ്. എ ബിയെ ഷൂട്ട് ചെയ്തു, ഡെത്ത് കോസ് ചെയ്തു. ഇവിടെ എ എന്താണ്, മർഡർ കമ്മിറ്റ് ചെയ്തതിന് ലയബിളായിട്ട് മാറുന്നു. ഇതാണ് ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് മെൻസ് റിയ. മെൻസ് റിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഗിൽറ്റി മൈൻഡാണ്. ഒരു പ്രൊഹിബിറ്റഡ് ആക്ട് ക്രൈം ആകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും കൂടെ വരണം. അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ആക്റ്റോ ഒമിഷനോ പിന്നെ ഒരു ആക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ഒമിഷൻ നടത്തിയെന്നും പറഞ്ഞിട്ട് അതെന്താകുന്നില്ല, ക്രൈം ആകുന്നില്ല. ആ ആക്റ്റോ ഒമിഷനോ ഒരു ഇവിൾ ഇൻറ്റൻറ്റോടു കൂടി അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനോട് കൂടി കമ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഒരു ക്രൈം ആകുന്നുള്ളൂ. അപ്പോൾ ഒരു ക്രൈം എന്ന് പറയുന്നത് എന്താണ്, പ്രൊഹിബിറ്റഡ് ആക്ട് ഓർ ഒമിഷൻ പ്ലസ് ഗിൽറ്റി മൈൻഡാണ്. ഒരു ആക്റ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ഗിൽറ്റി ഇൻറ്റൻഷനും കൂടെ ഉണ്ടെങ്കിലേ അതൊരു ക്രൈം ആയിട്ട് മാറുന്നുള്ളൂ. ഒരു ആക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാത്രം അതൊരു റോങ് ആവുന്നില്ല. ആക്ട് എന്ന് പറയുന്നത് ഗിൽറ്റി മൈൻഡോട് കൂടിയായിരിക്കണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ആക്ട് എന്തായിരിക്കണം, നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളൊരു ആക്ട് ആയിരിക്കണം. മെൻസ് റിയ എന്ന് പറയുന്നത് ഒരു ഇവിൾ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിൻ്റെ നോളജിനെ ആണ് പറയുന്നത്. മെൻസ് റിയ എന്ന് പറയുന്നത് പല തരത്തിൽ മെൻസ് റിയാസ് ഉണ്ട്. ഇൻറ്റൻഷൻ, റെക്ലെസ്നെസ്, റാഷ്നെസ്, നെഗ്ലിജൻസ്, അതുപോലെ മോട്ടീവ്, അങ്ങനെ പലതരത്തിലാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് എ മാൻ ഹൂ നോട്ട് ഓൺലി ഫോർസീസ് ബട്ട് ഓൾസോ ഡിസയർ ദ പോസിബിൾ കോൺസിക്വൻസസ് ഓഫ് ദ കണ്ടക്ട്. പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഒരു വ്യക്തിയുടെ ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് എ മാൻ ഹൂ ഈസ് നോട്ട് ഓൺലി ഫോർസീസ്. ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അയാൾ അവിടെ കാര്യങ്ങൾ മുൻകൂട്ടി കാണുക മാത്രമല്ല, അയാൾക്കറിയാം ഇങ്ങനെ ഒരു കണ്ടക്റ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഉണ്ടാകുന്നത് എന്നുപോലും ഇവിടെ ആ വ്യക്തിക്ക് ഉറപ്പുണ്ടായിരിക്കുന്നതാണ്. മനസ്സിലായോ? ഫോർസീസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. അപ്പോൾ അയാൾ അവിടെ മുൻകൂട്ടി കാണുക മാത്രമല്ല, അയാൾക്കറിയാം അവിടെ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഞാൻ ഈ ആക്ട് ചെയ്യുന്നതിലൂടെ എനിക്കുണ്ടാകുന്നത് എന്നുള്ള കാര്യം. എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞ വ്യക്തി വൈയെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അവിടെ വൈക്ക് ഇഞ്ചുറി കോസ് ചെയ്യണം എന്ന് വെച്ചാണ് ആ കല്ലെടുത്ത് എറിഞ്ഞത്. ആ ചെയ്തത് കാരണം അവിടെ വൈക്കൊരു ഇഞ്ചുറി ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ദ ഡിസയർ ഓഫ് x1 to cause injury to y is the intention or mens rea, and the act throwing the stone and the consequent injury is the actus reus. അത് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യത്തിനെ മെൻസ് റിയ. ഓക്കെ, ആ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതാണ് അവിടെ മെൻസ് റിയ എന്ന് പറയുന്നത്. ആ ചെയ്ത് അവിടെ ഇഞ്ചുറി കോസ് ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. ഇനിയും റെക്ലെസ്നെസ് അല്ലെങ്കിൽ റാഷ്നെസ്. വെൻ എ പേഴ്സൺ ഡസ് ആൻ ആക്ട് വിത്ത് ഫോർസൈറ്റ് ഓഫ് ഇഞ്ചുറി ഉണ്ടാകുമെന്ന് ഫോർസൈറ്റ് ചെയ്ത ഒരാൾ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്നു, ബട്ട് വിത്തൗട്ട് ഡിസയർ ടു കോസ് ഹാം. പിന്നെ ഇങ്ങനൊരു ഇഞ്ചുറി ഉണ്ടാകും എന്നറിയാം, പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഹാം കോസ് ചെയ്യണം എന്ന് വെച്ചല്ല അയാൾ അത് ചെയ്തത്. അപ്പോൾ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് റെക്ലെസ്നെസ് എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഹൈ സ്പീഡിൽ ഒരു ബിസി ആയിട്ടുള്ള സ്ട്രീറ്റിൽ കൂടെ സ്പീഡിൽ
വണ്ടി ഓടിച്ചു. ഓക്കെ, അവിടെ ഒരു പർട്ടിക്കുലർ വ്യക്തിക്കൊരു ഒരു ഇഞ്ചുറി കോസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അയാൾ സ്പീഡിൽ പോയത്. പക്ഷേ അയാൾക്കറിയാം അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് മേ ബി നടക്കാം എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ബട്ട് കോൺസിക്വൻ്റ്ലി ടേക്സ് ദ റിസ്ക് ദാറ്റ് മേ റിസൾട്ട് ഫ്രം സച്ച് എ ഡ്രൈവിങ്. അങ്ങനെ ഒരു ഡ്രൈവിങ്ങിൽ കൂടെ വരുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോൺസിക്വൻസസ് അയാൾക്ക് മുൻകൂട്ടി അറിയാവുന്നതുമായിരുന്നു. അപ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. അവിടെ ആക്സിഡൻറ്റ് മേനെ നടക്കാം, ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് നമ്മൾ റെക്ലെസ്നെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞല്ല ചെയ്യുന്നത്, പക്ഷേ അറിയാം ഇങ്ങനെ ഡ്രൈവ് ചെയ്താൽ ആക്സിഡൻറ്റ് ഉണ്ടാകാം. ഇനി നെഗ്ലിജൻസ് എന്ന് പറയുന്നത് വാണ്ട് ഓഫ് കെയർ. നമ്മൾ കെയർ കൊടുക്കാതിരുന്നിട്ട് അവിടെ ഒരു എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണ്. വെൻ എ പേഴ്സൺ ഹൂ ഈസ് ബൗണ്ട് ടു ടേക്ക് കെയർ ഫെയിൽസ് ടു ടേക്ക് കെയർ ഓഫ് ആൻ ഓർഡിനറി പ്രൂഡൻറ്റ് മാൻ, ഹിസ് മൈൻഡ് അറ്റ് ഫോൾട്ട് ആൻഡ് ഫോൾട്ടി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഈസ് നോൺ ആസ് നെഗ്ലിജൻസ്. ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു സാധാരണയായിട്ടൊരു മനുഷ്യൻ കൊടുക്കേണ്ട ഒരു പ്രൂഡൻറ്റ് കെയർ ഉണ്ട്. അപ്പോൾ ആ ഒരു കെയർ ഒരു പ്രൂഡൻറ്റ് മാൻ കൊടുക്കേണ്ട കെയർ കൊടുക്കാതിരുന്നിട്ട് അവിടെ ഒരു കാര്യം ഒരു ആക്ട് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗ്ലിജൻസ് എന്ന് വിളിക്കുന്നത്. ഈ റെക്ലെസ്നെസ്സിൻ്റെ അകത്ത് നെഗ്ലിജൻറ്റ് കണ്ടക്റ്റും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇനി നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഓക്കെ, ഒരു ഓഫ് എ പേഴ്സൺ ഹൂ ഡസ് ആൻ ആക്ട്, ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻഫർമേഷനെ റെഫർ ചെയ്യുന്നതാണ് നോളജ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അണ്ടർ ലോ ഡൂയിങ് ഓഫ് ആൻ ആക്ട് വിത്ത് നോളജ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം. നോളജോട് കൂടിയാണ് ഒരു കാര്യം കമ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ക്രൈമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി വൈയിൽ നിന്നും ഒരു സ്റ്റോളൻ മോഷണ വസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വൈയുടെ കയ്യിൽ നിന്നും എക്സ് ആ മോഷണ വസ്തു വാങ്ങിച്ചു വെക്കുന്നു. ഇത് നോളജാണ്. പണിഷ്മെൻറ്റ് കിട്ടും എന്നറിയാം, എന്നിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, അടുത്ത മോട്ടീവാണ്. മോട്ടീവ് എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇറ്റ് ഈസ് ദ ഇമോഷൻ ദാറ്റ് പ്രോംപ്റ്റിംഗ് ടു ഡു ആൻ ആക്ട്. ഒരു ആക്ട് ചെയ്യാൻ വേണ്ടി പ്രോംപ്റ്റ് ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ലവ്, കമ്പാഷൻ, ഫിയർ ഓഫ് ജെലസി, ഹേട്രഡ്, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ അകത്തുനിന്ന് ഇതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളുകൾ, മോട്ടീവിൻ്റെ എക്സാമ്പിളുകൾ. ഒരു വ്യക്തിയോടുള്ള ജെലസി, ഒരാൾ നന്നായി പോകുമ്പോൾ അയാളോടുള്ള ജെലസി, അയാളെ എങ്ങനെയും അടിച്ചിതാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നു പ്രണയത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ, പിന്നെ ഫിയർ ഓഫ് ജെലസി, ഹേട്രഡ്, വൈരാഗ്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ക്രൈം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മോട്ടീവ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഒരു പേഴ്സൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻറ്റിനെ റെഫർ ചെയ്യുന്നതാണ് മോട്ടീവ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർവിങ് മാൻ ആയിരുന്നു. അയാളൊരു അയാളുടെ കഴിക്കുന്നതിന് വേണ്ടി ഒരു ബ്രെഡ് മോഷ്ടിക്കാൻ വേണ്ടി അത് കമ്മിറ്റ് ചെയ്തു. ഓക്കെ, ഒരു ബ്രെഡ് മോഷ്ടിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ അയാളുടെ വിശപ്പ് ഇത് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ആൻഡ് ഹി കമ്മിറ്റ് തെഫ്റ്റ് ഓഫ് ബ്രെഡ് ഫ്രം ബിയുടെ ഷോപ്പിൽ നിന്നുമാണ് അത് മോഷ്ടിച്ചത്. ഇമ്മീഡിയറ്റ് ഇൻറ്റൻഷൻ ഓഫ് ഹിസ് ആക്ട്, അയാൾ ആ ചെയ്തതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ, അയാളുടെ വിശപ്പടക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ മോട്ടീവ് ഈസ് ദ അൾട്ടീരിയർ ഒബ്ജക്റ്റ് ഓഫ് ആൻ ആക്ട് വിച്ച് പ്രോംപ്റ്റഡ് ഹിം ടു ഡു ആൻ ആക്ട്. ഒരു ആക്ട് ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചത് ഇവിടെ എന്താണ്? വിശപ്പാണ്. പ്യൂരിറ്റി ഓഫ് മോട്ടീവ് ഓർ ഗുഡ് മോട്ടീവ് വിൽ നോട്ട് കൺവേർട്ട് ആൻ ആക്ട് വിച്ച് അതർവൈസ് ഈസ് ക്രിമിനൽ ഇൻറ്റു വൺ വിച്ച് ഈസ് നോട്ട് പണിഷബിൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? മോട്ടീവ് വരുന്നുണ്ട്, നോളജ് വരുന്നുണ്ട്, നെഗ്ലിജൻസ്, റെക്ലെസ്നെസ് അല്ലെങ്കിൽ റാഷ്നെസ്, ഇതൊക്കെയാണ് ഇൻറ്റൻഷൻ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു മെൻസ് റീ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളുണ്ടെങ്കിലാണ് നമുക്കൊരു ആക്ടിനെ ക്രൈമായിട്ട് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു ആക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം എന്താകുന്നില്ല, അതൊരു ക്രൈം ആകുന്നില്ല. അവിടെ ഒരു ഗിൽറ്റി ഇൻറ്റൻഷനും കൂടെ വേണം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്കൊരു ഗിൽറ്റി ഇൻറ്റൻഷനുണ്ട്, പക്ഷേ അയാൾ പ്രത്യേകിച്ച് ഒരു ആക്റ്റും കമ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാളവിടെ കുറ്റക്കാരനുമാകുന്നില്ല. എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ എ എന്ന് പറഞ്ഞ വ്യക്തി ബിയെ പോയിസൺ കൊടുത്ത് കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി എ പോയി പോയിസൺ വാങ്ങിച്ചുകൊണ്ട് വെച്ചു. പക്ഷേ ഈ പോയിസൺ ഉപയോഗിച്ചുമില്ല. ഇത് കാരണം ഈ പോയിസൺ വാങ്ങിച്ചു വെച്ചത് കാരണം വേറെ ആർക്കും ഒരു ഉപദ്രവമോ ഒരു കാര്യങ്ങളോ അവിടെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പോയിസൺ വാങ്ങിച്ചു വെച്ചു എന്ന് കരുതിയിട്ട് മാത്രം എന്താകുന്നില്ല, അതൊരു ക്രൈം ആകുന്നില്ല. ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. നമ്മൾ BNSൻ്റെ അടുത്ത ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്